കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന, കേരളത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് കേന്ദ്രം എല്ലാം ഇവിടെ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയല്ലല്ലോ, ഒരു ദേശീയ പാർട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കുമെന്ന്, ആലോചനകൾക്ക് ശേഷം വ്യക്തമാക്കുമെന്ന് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ നടത്തിയ പത്രസമ്മേളനമാണ് ആധികാരികമായി എനിക്ക് ഈ വിഷയത്തിനകത്തുള്ള അറിവ്. പിന്നെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിലപാടിനെ പറ്റി ചോദിക്കുമ്പോൾ, ഇപ്പോൾ ബാബറി മസ്ജിദ് ഒരു രാത്രി കൊണ്ട് തകർക്കുവാൻ RSSകാർ എടുത്തൊരു തീരുമാനമല്ല. അതിന് ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. 80കൾ തൊട്ട് നിലനിന്നിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. എവിടെ അതിൻ്റെ തുടക്കം? അതെന്താ മറന്നു പോകുന്നത്? അതിൻ്റെ തുടക്കം കൃത്യമായിട്ട് എവിടെയാണ്? ഷഹബാനു കേസ്, രാജീവ് ഗാന്ധി മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് വല്ലാതെ ആക്രമിക്കപ്പെടുന്നൊരു കാലഘട്ടത്തിൽ വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ രാജീവ് ഗാന്ധിക്കെതിരായിട്ട്, ശരീഅത്ത് നിയമത്തിനെതിരായിട്ട് ആദ്യമായി സംസാരിച്ച നേതാവിൻ്റെ പേര് EMS നമ്പൂതിരിപ്പാട് എന്നാണ്. EMS നമ്പൂതിരിപ്പാടിൻ്റെ പാർട്ടി എൻ്റെ അറിവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. അതിനുശേഷം ആ നിയമത്തിനെതിരായിട്ട് സംസാരിച്ച ആളുടെ പേര്, അതേ ലൈനിൽ സംസാരിച്ച ആളുടെ പേര് അടൽ ബിഹാരി വാജ്പേയി എന്നാണ്. അടൽ ബിഹാരി വാജ്പേയിയുടെ അന്നത്തെ പാർട്ടി BJP ആണ്. അതിനുശേഷം സംസാരിച്ചിട്ടുള്ളയാൾ ആരിഫ് മുഹമ്മദ് ഖാനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് സംസാരിക്കുമ്പോൾ കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ സംസാരിച്ചതിന് ശേഷം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. ആരിഫ് മുഹമ്മദ് ഖാൻ മലബാറിലേക്ക് ആദ്യമായി വരുന്നത് കാലിക്കറ്റ് സർവകലാശാലയുടെ ചാൻസലറായിട്ടല്ലല്ലോ. ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യമായിട്ട് എങ്ങനെയാണ് മലബാറിലേക്ക് വരുന്നത്? CPMന്റെ രാജീവ് ഗാന്ധി വിരുദ്ധ സംഗമം, അല്ലെങ്കിൽ ശരീഅത്ത് നിയമത്തിനെതിരായിട്ടുള്ള സംഗമം മുഖ്യ പ്രഭാഷകനായി വിളിച്ചുകൊണ്ടുവന്ന ആളുടെ പേര് EMS നമ്പൂതിരിപ്പാടെന്നല്ലേ. അപ്പോൾ അവിടം തൊട്ട് തുടങ്ങുന്നതാണ് ഈ ബാബറി മസ്ജിദ് പോലെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കളങ്കമായി നിൽക്കുന്ന ആ തീരാ കളങ്കത്തിൻ്റെ തുടക്കം. അപ്പോൾ അതുകൊണ്ട് നിലപാടുകൾ പറയുമ്പോൾ തിരുത്തുമ്പോഴൊക്കെ അവിടം തൊട്ട് തിരുത്തി തുടങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന് ഈ വിഷയത്തിനകത്തൊക്കെ വളരെ കൃത്യതയാർന്ന നിലപാട് എല്ലാ കാലഘട്ടത്തിലുമുണ്ട്. RSSന് ബാബറി മസ്ജിദ് പൊളിക്കാൻ വേരുകൾ ഇട്ടുകൊടുത്തത് മഹാത്മാഗാന്ധിയുടെ കൊലപാതക ശേഷം ഈ രാജ്യത്ത് പൊളിറ്റിക്കൽ ലെജിറ്റിമസി നഷ്ടമായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു സംഘപരിവാർ. ആ സംഘപരിവാറിന് ഈ രാജ്യത്ത് പൊളിറ്റിക്കൽ ലെജിറ്റിമസി ആദ്യമായി കൊടുത്ത ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാ? ഇന്ത്യയിലെ രണ്ടാമത്തെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ. ആന്ധ്രയിലെ സഖ്യം നമ്മൾ മറന്നുപോയോ? CPMന്റെ പഴയ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ സ്വന്തം സംസ്ഥാനമായ പഞ്ചാബിൽ ഹർകിഷൻ സിംഗ് സുർജിത്ത് ആദ്യമായി രാജിവെക്കുന്ന വിഷയം ഏതാ? CPMമായി തെറ്റുന്ന വിഷയം ഏതാ? അവിടുത്തെ സംഘപരിവാറുമായി ചേർന്നിട്ടുള്ള മുന്നണിയുടെ കൺവീനർ സ്ഥാനം ഹർകിഷൻ സിംഗ് സുർജിത്തിന് കൊടുത്തിട്ടില്ല എന്നതിൻ്റെ പേരിലല്ലേ തർക്കിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാബറി മസ്ജിദ് ഒരു രാത്രി കൊണ്ട് പൊളിക്കാൻ RSSകാരെടുത്തൊരു തീരുമാനമൊന്നുമല്ല. ആ രഥം ഉരുണ്ടു പോകാൻ റോഡ് വെട്ടിക്കൊടുത്ത പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ അവരൊക്കെ ആദ്യം തിരുത്തട്ടെ. ഞങ്ങൾക്ക് ആ വിഷയത്തിനകത്ത് ക്ലാരിറ്റി ഉള്ളൊരു നിലപാടുണ്ട്. ഇനിയും ഈ വിഷയത്തിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവാദങ്ങളിൽ അതിനകത്ത് കൃത്യമായ അഭിപ്രായം പറയുമെന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, പൊളിറ്റിക്കൽ അഫയേഴ്സുകൾ തീരുമാനിക്കുന്ന ആ സമിതിയാണല്ലോ, അതിൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് UDYFന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായത്തെ പറ്റി ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? PK കോൺഗ്രസിനകത്ത് അല്ല, ചരിത്രം വളരെ പ്രധാന. ഞാനതാ പറഞ്ഞത്. അതായത് ബാബറി മസ്ജിദ് പൊളിക്കുക എന്നുള്ളത് സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതല്ലോ. ബാബറി മസ്ജിദ് പൊളിക്കാൻ ഈ രാജ്യത്ത് സംഘപരിവാറിനെ പര്യാപ്തമാക്കിയതാരാ? രാഷ്ട്രപിതാവിനെ കൊന്ന കേസിനകത്ത് ഈ രാജ്യത്ത് അസ്തിത്വം ചോദ്യം ചെയ്തു നിന്ന പാർട്ടിക്ക് രാഷ്ട്രീയ അസ്തിത്വവും മജ്ജയും മാംസവും കൊടുത്തിട്ടുള്ളത് ആരാ? വ്യാഴാഴ്ച അത്താഴങ്ങളിൽ LK അദ്വാനിക്കും അടൽ ബിഹാരി വാജ്പേയിക്കും ഒപ്പം പോയിരുന്ന ഭക്ഷണം കഴിക്കുകയും പടമെടുക്കുകയും ചെയ്ത നേതാക്കന്മാർ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണോ? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണോ? അങ്ങനെ ആ വ്യാഴാഴ്ച അത്താഴങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള നേതാക്കന്മാര് ദൗർഭാഗ്യവശാൽ കേരളത്തിൽ നിന്ന് തന്നെയുള്ള EMS നമ്പൂതിരിപ്പാടിനെ പോലുള്ള നേതാക്കന്മാരാണ്. അത് ദൗർഭാഗ്യകരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ചരിത്രത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് കൈരളിയുടെ റിപ്പോർട്ടർ തന്നെ തുറന്ന് സമ്മതിക്കുന്നതിനകത്ത് അങ്ങയുടെ സത്യസന്ധതയെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം വളരെ കൃത്യമാണ്. കോൺഗ്രസ് അതിനകത്ത് താമസിച്ചിട്ടൊന്നുമില്ലല്ലോ. കോൺഗ്രസ് ഈ വിഷയം, അതിൽ ഞാൻ പറയുന്നത്
അല്ലല്ല ചരിത്രം പറയണ്ട എന്ന് നിങ്ങൾ പറയുന്നത് ആ ചരിത്രത്തിൽ നിങ്ങൾക്ക് അല്ലല്ല ഞാൻ പറഞ്ഞോട്ടെ അങ്ങയുടെ ചോദ്യം പ്ലേസ് ചെയ്തല്ലോ, എനിക്ക് ചോദ്യം മനസ്സിലായി. ചരിത്രം പറയണ്ട എന്ന് കൈരളിയുടെ റിപ്പോർട്ടർ എന്ന നിലയിൽ അങ്ങ് വാശി പിടിക്കുന്നത് ചരിത്രത്തിൽ നിങ്ങൾക്ക് ഒളിക്കാനും മറയ്ക്കാനും ഒരുപാടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. കോൺഗ്രസിനകത്ത് പല അഭിപ്രായങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്. ജി.വി. പന്ത്, ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ജി.വി. പന്തിന് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, അയോധ്യയുമായി ബന്ധപ്പെട്ട് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ആ അഭിപ്രായമായിരുന്നോ കോൺഗ്രസിന്റെ അഭിപ്രായം? അഭിപ്രായമായിരുന്നില്ല കോൺഗ്രസിന്റെ അഭിപ്രായം. ജി.വി. പന്തും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും തമ്മിൽ നടത്തിയ കത്തിടപാടുകൾ ഇന്ന് പുസ്തക രൂപത്തിൽ ലഭ്യമാണ്. ആ കത്തിടപാടുകളിലൂടെ നെഹ്റു പറഞ്ഞ വിഖ്യാതമായ ഒരു പ്രസ്താവന അങ്ങ് ഓർക്കുന്നുണ്ടാകുമല്ലോ. കടലിന് ഉപ്പ് നഷ്ടമായാൽ ഉപ്പിന് പിന്നെ എങ്ങനെയാണ് ഉപ്പുണ്ടാവുക എന്ന നെഹ്റുവിന്റെ പ്രശസ്തമായ കാലിക പ്രസക്തി ഉള്ളതുമായിട്ടുള്ള ആ വാചകം അങ്ങേ ഓർമ്മപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ അതുകൊണ്ട് ചരിത്രത്തിലുള്ള വിഷയം തന്നെയാണിത്. ആ ചരിത്രത്തിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ചരിത്രത്തിൽ സംഘപരിവാറിന് പൊളിറ്റിക്കൽ ലെജിറ്റിമസി കൊടുത്തിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പൊ അവരെന്തൊക്കെയോ നിലപാടുകൾ പറയുന്നു എന്നുള്ളതിന് എന്ത് പ്രസക്തിയുള്ളത്? ഇപ്പൊ രാജ്യത്ത് സംഘപരിവാർ അവരുടെ സർക്കാർ രാജ്യത്ത് അധികാരത്തിലിരിക്കുകയല്ലേ, രാജ്യത്തെ മഹാഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ അവർ ഭരിക്കുകയല്ലേ. ആ ഭരിക്കുവാൻ ആവശ്യമായിട്ടുള്ള പാത വെട്ടിക്കൊടുത്ത പാർട്ടി ഭരിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്തോ ഒരു നിലപാടെടുത്തു എന്ന് പറയുന്നതിനകത്തെ ആത്മാർത്ഥതയില്ലായ്മ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇതിനകത്ത് കൺഫ്യൂഷൻസ് ഇല്ല. കോൺഗ്രസ് നെഹ്റുവിന്റെ കാലം തൊട്ട് എടുക്കുന്ന നിലപാടുകളുണ്ട്. പറഞ്ഞല്ലോ, കോൺഗ്രസിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ജി.വി. പന്തിനെ പോലുള്ള ആളുകൾ. അതുകൊണ്ടാണ് ഞാൻ കോട്ട് ചെയ്തത്, അങ്ങനെ കോട്ട് ചെയ്തത്, ഞാനാണ് കോട്ട് ചെയ്തത്. പക്ഷേ എടുത്ത സുചിന്തിതമായിട്ടുള്ള തീരുമാനം എന്തായിരുന്നു? അത് നെഹ്റുവിന്റെ തീരുമാനമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ, കോൺഗ്രസ് ഈ വിഷയത്തിനകത്ത് അഭിപ്രായം പറയുമെന്ന് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിനകത്ത് അഭിപ്രായം പറയും. ആ അഭിപ്രായമാണല്ലോ കോൺഗ്രസിന്റെ അഭിപ്രായം. ആ അഭിപ്രായം വരും. താങ്കൾ ദയവ് ചെയ്ത് അതിനുവേണ്ടി കാത്തിരിക്കും.